സംസ്ഥാന എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശനത്തിൽ വീണ്ടും ആശങ്ക. പുതുക്കിയ കീം റാങ്ക് ലിസ്റ്റിനെതിരെ കേരള സിലബസ് വിദ്യാർത്ഥികൾ സുപ്രീം കോടതിയെ സമീപിക്കും. ആദ്യം ലഭിച്ച റാങ്കിൽ വലിയ ഇടിവ് സംഭവിച്ചതിനെ തുടർന്നാണ് നീക്കം. കോടതിയെ സമീപിക്കുമ്പോൾ സംസ്ഥാന സർക്കാർ പിന്തുണയ്ക്കണമെന്നും വിദ്യാർത്ഥികൾ ആവശ്യപ്പെടുന്നു. സർക്കാരിന് വീഴ്ച സംഭവിച്ചിട്ടില്ലെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു ആവർത്തിച്ചു. കോടതിയിൽ തിരിച്ചടി നേരിട്ടതോടെ ജൂലൈ 10-നാണ് പുതുക്കിയ കീം എൻട്രൻസ് പരീക്ഷാ റാങ്ക് ലിസ്റ്റ് സർക്കാർ പ്രസിദ്ധീകരിച്ചത്. പക്ഷേ ഈ ലിസ്റ്റ് കേരള സിലബസിലെ വിദ്യാർത്ഥികൾക്ക് തിരിച്ചടിയായി. 10,000-കണക്കിന് വിദ്യാർത്ഥികളുടെ റാങ്ക് കുത്തനെ ഇടിഞ്ഞു. ഈ സംഭവത്തിലാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവിനെതിരെ വിദ്യാർത്ഥികൾ സുപ്രീം കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നത്. ഞങ്ങളുടെ മാർക്കുകൾ വെട്ടിക്കുറയ്ക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞങ്ങളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ്. CBSEക്ക് സ്റ്റാൻഡേർഡ് കൂടുതലാണ്, ഞങ്ങൾക്ക് സ്റ്റാൻഡേർഡ് കുറവാണ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ അടിച്ചു താത്തുകയാണ് ചെയ്തിരിക്കുന്നത്. സുപ്രീം കോടതിയിലേക്ക് ഞങ്ങൾ പോകാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് കേരള സർക്കാർ അതിനെ സപ്പോർട്ട് ചെയ്യണമെന്ന് ഞങ്ങൾ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഈ മാസം 1-നാണ് സംസ്ഥാന സർക്കാർ ആദ്യ റാങ്ക് പട്ടിക പുറത്തുവിട്ടത്. ഈ ലിസ്റ്റിൽ 1-ാം റാങ്ക് ലഭിച്ചത് കേരള സിലബസ് വിദ്യാർത്ഥിയായ എറണാകുളം സ്വദേശി ജോൺ ഷിനോജിനായിരുന്നു. പക്ഷേ പുതുക്കിയ റാങ്ക് ലിസ്റ്റിൽ ജോൺ 7-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. പഴയ റാങ്ക് ലിസ്റ്റിൽ 5-ാം സ്ഥാനത്തുണ്ടായിരുന്ന CBSE വിദ്യാർത്ഥി ജോഷ്യ ജേക്കബ് 1-ാം സ്ഥാനത്തെത്തി. ഇത്തരത്തിൽ വ്യാപകമായ രീതിയിലാണ് റാങ്ക് വ്യതിയാനം ഉണ്ടായത്. പക്ഷേ കീമുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിന് തെറ്റുപറ്റിയിട്ടില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് മന്ത്രി ആർ ബിന്ദു. അപ്പോൾ എല്ലാ കുട്ടികൾക്കും നീതിയും തുല്യതയും വേണമെന്ന നിലപാടാണ് സംസ്ഥാന സർക്കാരിനുള്ളത്. കുട്ടികൾ പുറന്തള്ളപ്പെട്ടു അല്ലെങ്കിൽ പിന്തള്ളപ്പെട്ടു, അതിന് കാരണം സംസ്ഥാന സർക്കാരാണ് എന്ന രീതിയിൽ പ്രചരിപ്പിക്കുന്നത് ഒട്ടും ശരിയല്ല. പുതുക്കിയ ലിസ്റ്റിലെ ആദ്യത്തെ 100-ൽ 21 സംസ്ഥാന സിലബസ് വിദ്യാർത്ഥികൾ മാത്രമാണ് ഇടം പിടിച്ചത്. പഴയ റാങ്ക് ലിസ്റ്റിൽ 43 പേരുണ്ടായിരുന്ന സ്ഥാനത്താണ് ഈ സ്ഥിതി. ഹർജിയുമായി വിദ്യാർത്ഥികൾ മുന്നോട്ടു പോയാൽ സർക്കാർ എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ളതും നിർണായകമാണ്. മീഡിയ 1 തിരുവനന്തപുരം.